പറഞ്ഞോളൂ. പൊക്കിനെക്കുറിച്ച് പറഞ്ഞു. നമ്മളുടെ വീടിൻ്റെ പണിയുടെ കാര്യം ഒന്നുകൂടി ഞാൻ ഓർപ്പിക്കുകയാണ്. ഇവിടെ ഞാൻ കാണിക്കുന്നുണ്ട് NRC ബിൽഡ് ചെയ്യുന്ന ആ ഒരു വീട്. അപ്പോൾ അതിൻ്റെ ഫൈനൽ സ്റ്റേജിലാണ് നമ്മളുള്ളത്. അപ്പോൾ കഴിയുന്നത്ര ആളുകൾ സപ്പോർട്ട് ചെയ്യുക. ഡൊണേഷൻസ് ഒട്ടും തന്നെ മുടക്കരുത്. നമുക്ക് 4 ലക്ഷം രൂപയാണ് ഇനി കണ്ടെത്തേണ്ടത്. ബാക്കിയൊക്കെ ഇതിൻ്റെ ആ ഒരു ഫൈനൽ പിക്ചർ ഏതാണ്ട് ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് ഇത്ര വരെ നമ്മൾ എത്തിച്ചിട്ടുണ്ട്. പണിത് അതിൻ്റെ സ്ട്രക്ചറൊക്കെ പൂർത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ എല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കണമെന്ന് ഒന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഞാൻ QR കോഡ് ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. പറ്റുന്ന ആളുകൾ ഉപയോഗിക്കുക. ഡൊണേഷൻസ് മനസ്സറിഞ്ഞ് തന്നെ ചെയ്യുക. താങ്ക് യു. ഓക്കെ, അപ്പോൾ ഞാൻ എന്നാൽ പിന്നെ അങ്ങ് ഐശ്വര്യമായിട്ട് അങ്ങ് തുടങ്ങാം. അപ്പോൾ നമ്മളിനി യൂറോപ്പിൽ അങ്ങ് തുടങ്ങാം. ഇനി സമയം ഉണ്ടെങ്കിൽ മറ്റേത് നോക്കാം. യൂറോപ്പിൽ ഇപ്പോൾ എന്താ ചർച്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെയിനാണ് നമ്മുടെ ചർച്ച. സ്പെയിനത്തെ പെഡ്രോ സാഞ്ചസ് എന്ന് പറയുന്ന പ്രൈം മിനിസ്റ്റർ ഇപ്പോൾ അടുത്ത് വന്ന് പറഞ്ഞിരിക്കുകയാണ്, സ്പെയിനിൽ നിന്നിട്ട് ഇസ്രായേൽ പിടിച്ചു വെച്ച ഒരുത്തനെ വിട്ടു നൽകണം എന്നൊക്കെയാണ് പുതിയതായിട്ട് പറഞ്ഞത്. പുള്ളിക്കാരൻ ഇപ്പം അടുത്ത് തന്നെ നമ്മളെ ഫ്രാൻസിസ്കോ അൽബനീസ് എന്ന് പറയുന്ന ഹമാസിനെ ഉമ്മ വെച്ച് നടക്കുന്ന പെണ്ണുമ്പിള്ളേന് സ്പെയിനത്തെ ഏറ്റവും വലിയ അവാർഡ് കൊടുക്കാൻ ഉള്ള തീരുമാനത്തിലാണുള്ളത്. ഇതേ സ്പെയിനുകാരൻ്റെ ഈ പെഡ്രോ സാഞ്ചസിന്റെ ഫോട്ടോസ് എടുത്തിട്ടാണ് ഇപ്പോൾ ഇറാനിൽ ഇപ്പം അടുത്ത് ഇറാനിൽ ഒരു പ്രൊസഷനൊക്കെ നടന്നിട്ടുണ്ട്. അതിൽ സ്പെയിൻ്റെ കൊടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്താ സംഭവം എന്ന് ആർക്കും മനസ്സിലായിട്ടില്ല. അപ്പോൾ അതിന് കാരണം ഒരു അശുദ്ധ സഖ്യം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. അപ്പോൾ ഇയാളിപ്പോൾ നമ്മുടെ ഹമാസിന്റെ ഉമ്മ വെക്കുന്ന അൽബനീസിന് അവാർഡ് കൊടുക്കുന്നു. പിന്നെ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഹമാസിന്റെ ഗാസയിലോട്ട് ഫ്ലോട്ടില്ലകൾ വിടുന്നു. ഇറാനില് പിന്നെ ആൾക്കാരെ കൊല്ലുന്നതിനോട് 40,000-50,000 പേര് രണ്ടുപേരും 2 ദിവസം കൊണ്ട് കൊന്നതും കഴിഞ്ഞ 20 വർഷത്തിനുള്ളിൽ ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊന്നു തള്ളിയതും ഒന്നും ഒരു പ്രശ്നമല്ല. 5 ലക്ഷം ആൾക്കാരെ കൊന്നു തള്ളിയതൊന്നും പ്രശ്നമല്ല. അതേമാതിരി ആഫ്രിക്കയിൽ നടക്കുന്ന കൂട്ടക്കൊലകളും പിന്നെ ഇസ്ലാമിസ്റ്റ് അറ്റാക്കുകളും ക്രിസ്ത്യാനികളെ കൊന്നെടുക്കുന്നതും ബാക്കി കാഫിറുകളല്ലാത്തവരും മുസ്ലിങ്ങളല്ലാത്ത കാഫിറുകളെ കൊന്നെടുക്കുന്ന ഒന്നും പ്രശ്നമല്ല. അപ്പോൾ ഇയാളുടെ നാട്ടില് ഇപ്പൊ അടുത്ത് കഴിഞ്ഞ ആഴ്ച ഒരു അറ്റാക്ക് നടന്നു. അതായത് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞു വന്ന ആള് ഒരു സ്ത്രീന്റെ കഴുത്തിറക്കുന്ന ഒരു സംഭവമാണ്. നടു റോട്ടിൽ വെച്ചിട്ടാണ് കഴുത്തിറക്കുന്നത്. പോലീസുകാർ ഗണ്ണ് കാണിച്ചിട്ട് ഇയാൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സംഭവങ്ങളാണ് അവിടെ നടന്നത്. അപ്പൊ ഇങ്ങനത്തെ ആൾക്കാര്, അപ്പൊ ഇയാള് പിന്നെ എന്താ പറയാ, ഇയാള് ഇമിഗ്രന്റ് ആണ്. ഏതോ കാക്കാമാരുടെ സിറിയ, അഫ്ഗാനിസ്ഥാൻ പോലത്തെ ഇറാഖ് പോലത്തെ സ്ഥലങ്ങളിൽ കയറി വന്ന ആളാണ്. അപ്പൊ ഇതാണ് സംഭവം. അപ്പൊ ഇത് നമ്മൾ നേരത്തെ പ്രഡിക്റ്റ് ചെയ്തൊരു കാര്യമാണ്. കാരണം ഒരു മാസം മുന്നേ സ്പെയിനിൽ, 2 മാസം മുന്നേ ഞാൻ വനവാസത്തിലായിരുന്ന സമയത്ത് ഇവിടെ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. സ്പെയിൻ 5 ലക്ഷം ആൾക്കാരുടെ 5 ലക്ഷം ഇമിഗ്രൻസിന്റെ 5 ലക്ഷം. അപ്പൊ ഇമിഗ്രൻസ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, യൂറോപ്പിൽ വരുന്ന ഇമിഗ്രൻസിലധികം പേരും കാക്കാമാരായിരിക്കും. അപ്പോൾ ഇതിൽ 90%, 95% കാക്കാമാരായിരിക്കും. ഈ കാക്കാമാർക്കൊക്കെ 5 ലക്ഷം ആൾക്കാർക്ക് ഇയാള് സിറ്റിസൺഷിപ്പ് കൊടുക്കുകയാണെന്നാണ് പറഞ്ഞ് അതിനുള്ള പരിപാടികൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്നിട്ട് ഈ UK പോയിട്ട് അവിടുന്ന് പുറന്തള്ളുന്ന, ഫ്രാൻസിൽ നിന്നൊക്കെ പുറന്തള്ളാൻ നോക്കുന്ന ആൾക്കാരൊക്കെ ഇപ്പൊ സ്പെയിന് കെട്ടിപ്പിടിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതുകൊണ്ടാണ് നമ്മൾ ഉണർവോളത്തെ ഒരു അസുഖമാണെന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഇങ്ങനത്തെ നൈഫ് അറ്റാക്കുകൾ നടക്കാനുള്ള കാരണം ഇങ്ങനത്തെ 5 ലക്ഷം ആൾക്കാരൊക്കെ ഇങ്ങനത്തെ കുറെ ഇസ്ലാമിസ്റ്റുകൾ, അതായത് കാക്കാമാരുടെ, അതായത് ഒരു രീതിയിലുള്ള കോമൺ സെൻസും ഇല്ലാത്ത വെറും പുസ്തകം ഖുറാനും ഹദീസും മാത്രം പഠിച്ചു വരുന്ന ഇങ്ങനത്തെ ബുദ്ധിയുള്ള ആൾക്കാരെയാണ് ഇങ്ങോട്ട് എടുക്കുന്നത്. അപ്പൊ ഇതും കൂടെയൊക്കെ നോക്കിയിട്ട് എടുക്കുന്നതിന് പകരം ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ഞങ്ങൾ എന്തോ വലിയ എന്താ പറയാ മനുഷ്യത്വ സ്നേഹികളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് 5 ലക്ഷം ആൾക്കാരൊക്കെ ഇങ്ങോട്ടൊക്കെ എടുക്കുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കണം. അപ്പൊ ഇതിപ്പോ ഇത് കഴിഞ്ഞ മാസം നടന്ന 2 മാസം 3 മാസം മുന്നേ നടന്ന ഈ സംഭവമാണ്. ഈ 5 ലക്ഷം ആൾക്കാരെ എടുക്കുന്നു, അവർക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കും എന്നൊക്കെ പറയുന്നു. എന്നിട്ട് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച എന്താ നടന്നത്? ഇതാ നൈഫ് അറ്റാക്ക്. ഒരു സ്ത്രീയെ ഈ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കഴുത്തിറക്ക് കൊള്ളുന്നു. ഞാൻ പറയുന്നു, ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ നമ്മൾ കൂടുതലായിട്ട് ഇങ്ങനത്തെ സംഭവങ്ങൾ സ്പെയിനിൽ നിന്ന് കാണാൻ പോവുകയാണ്. അപ്പോൾ ഇതിനുള്ള കാരണമാണ് നമ്മൾ ആദ്യം പറഞ്ഞു വെച്ചത്. ഇയാള് ഈ ഹമാസിനെ പോലത്തെ ആൾക്കാരെ വെളുപ്പിക്കുന്നു. ഇറാനിൽ ബോംബ് ഇടുന്നതിനൊന്നും പ്രശ്നമില്ല. ഗാസയിൽ കുട്ടികൾ മരിക്കുന്ന മാത്രമാണ് പ്രശ്നം. അപ്പൊ ഇങ്ങനത്തെ ഉണർവോളി സ്വഭാവവും ഉണർവോളി അസുഖം പിടിപെട്ട ആൾക്കാരെ പറ്റി
ഇതൊരു അസുഖമാണെന്ന് നമ്മൾ വൈറസ് ആണെന്ന് പറയാനുള്ള കാരണം അതുകൊണ്ടാണ്. ഇനി ഇയാളെ പറ്റി ഒരു അനാലിസിസ് ജെറുസലേം പോസ്റ്റ് ചെയ്തു. അപ്പൊ ഈ അനാലിസിസിലാണ് ഇയാൾ പറയപ്പെടുന്നത്, ഇയാള് കഴിഞ്ഞ 500 വർഷത്തിനിടയിൽ സ്പെയിനിൽ ഉണ്ടായിട്ടുള്ള ഒരു കാലത്ത് നമുക്കറിയാം സ്പെയിന് വളരെയധികം ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്തിരുന്നു, അല്ലെങ്കിൽ ജൂതന്മാരെ എതിർത്തിരുന്ന ഒരു രാജ്യമായിരുന്നു. അതൊക്കെ മാറി വന്ന ജൂതന്മാരെ അംഗീകരിക്കുന്ന ജൂതന്മാരെ മനുഷ്യരെ അംഗീകരിക്കുന്ന ഒരു കാലഘട്ടത്തിലോട്ട് സ്പെയിൻ മാറി ചിന്തിച്ചതിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു ആൾ അവിടെ കയറി വരുന്നത്. അപ്പോൾ ഇയാളെ പറ്റിയുള്ള അനാലിസിസിൽ ആർട്ടിക്കിൾ ജെറുസലേം പോസ്റ്റിൽ പറയുന്നത്, ഇയാൾ ഒരൊറ്റ ഇലക്ഷൻ ഇതുവരെ ജയിച്ചിട്ടില്ല. ഇയാളുടെ പാർട്ടിയിലുള്ള ഇലക്ഷനിൽ ജയിച്ച അയാൾ കറപ്ഷൻ അലഗേഷൻ കൊണ്ട്, അഴിമതി ആരോപണം കൊണ്ട് അയാൾ രാജിവെച്ചപ്പോൾ കയറി വന്ന ആളാണ് ഇയാൾ. എന്നിട്ട് ഇയാൾക്കെതിരെ പിന്നെ കറപ്ഷൻ അലഗേഷൻ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ, അതായത് കഴിഞ്ഞ 6 മാസത്തിന്റെ ഇടയിലായിട്ട് ഈ എന്താ പറയാ ഇങ്ങനെ കോടതി വിധികളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇയാൾക്കെതിരെ, ഇയാളുടെ കുടുംബത്തിനെതിരെ. അപ്പോൾ ഇത് അഴിമതി ആരോപണങ്ങൾ വരുമെന്ന് അറിഞ്ഞുകൊണ്ട് ഇയാള് പിന്നെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് ഇറാനെ പോയി പിന്തുണയ്ക്കുന്നു, ഇറാന്റെ ഭരണകൂടത്തിനെ പിന്തുണയ്ക്കുന്നു. പൈസ കിട്ടുന്നുണ്ടോ ഇല്ലെന്ന് നമുക്കറിയില്ല, പക്ഷെ ഇയാളുടെ കളികളൊക്കെ കാണുമ്പോൾ അവിടുന്ന് ഇയാളും IRGC ആയിട്ട് മറ്റേ അശുദ്ധ സഖ്യമുണ്ട്, ഇസ്ലാമോ ലെഫ്റ്റ് ആക്സിസ് ഇവിടെ കളിക്കുന്നുണ്ടെന്ന് പറയേണ്ടി വരും. അപ്പോൾ ഇതാണ് സംഭവങ്ങൾ. അപ്പോൾ ഇയാൾ അവിടെ എന്നിട്ട് ഇയാളുടെ കൊടികളും ഇയാളുടെ ഫോട്ടോസൊക്കെയാണ് IRGC ഇപ്പോൾ മറ്റേ സ്ത്രീകളെ വെച്ചിട്ട് പിങ്ക് പോലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കുറെ വിക്രസുകൾ കാട്ടിക്കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇയാളുടെ ഫോട്ടോയും ഇയാളുടെ ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെന്താണെന്ന് നോക്കിയപ്പോഴാണ് IRGC ആയിട്ടുള്ള അശുദ്ധ സഖ്യം എങ്ങനെയാണെന്നുള്ളത് നമ്മൾ അറിയുന്നത്. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇങ്ങനത്തെ കുറെ ആൾക്കാരാണ് ഇവിടെ യൂറോപ്പിൽ ലെഫ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഭരിച്ചുകൊണ്ടിരുന്നത്. ഇതുകൊണ്ടാണ് നമുക്ക് ലെഫ്റ്റിനോട് ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക സ്നേഹം തോന്നുന്നത്. എന്നിട്ട് ഇയാള് അപ്പൊ ഈ 500 വർഷത്തിന്റെ ഇടയിൽ സ്പെയിനെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ ഒരു മനുഷ്യത്വ സ്വഭാവം ഇയാള് കാരണം ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ജൂതന്മാരവിടെ ഈ എന്താ പറയുക ഇസ്രായേലിനെതിരെയും ജൂതന്മാർക്കെതിരെയും ഒക്കെ ഉള്ള ഗവൺമെന്റ് അതിനെ നിശബ്ദമായി സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഹെസ്ബുള്ള ആക്രമിക്കുന്നതിനെ പറ്റിയോ, ഹമാസ് ജൂതന്മാരെ കൊല്ലുന്നതിനെ പറ്റിയോ, ഹെസ്ബുള്ള ഇസ്രായേലിനെ ആക്രമിക്കുന്നതിനെ പറ്റിയോ, ഹൂത്തികൾ അവിടെ ഒരു പ്രശ്നമില്ല, ഒരു കാരണമില്ലാണ്ട് ഇസ്രായേലിനെ ആക്രമിക്കുന്നതിനെ പറ്റിയിട്ടോ, അല്ലെങ്കിൽ ഇറാനിൽ സ്വന്തം രാജ്യത്ത് ബോംബിട്ട് നശിപ്പിക്കുന്നതിനെ പറ്റിയിട്ടോ, സ്വന്തം ആൾക്കാരെ കൊന്നില്ലതിനെ പറ്റി ഇയാൾക്ക് ഒന്നും പറയാനില്ല. അവരൊക്കെ സ്വന്തം കൂട്ടുകാരാണ്, ഒന്നും പറയാനില്ല എന്ന് മാത്രമല്ല സ്വന്തം കൂട്ടുകാരും സ്വന്തം ഇഷ്ടപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. ഇങ്ങനത്തെ കുറെ ഭരണകർത്താക്കൾ ലെഫ്റ്റിൽ നിന്ന് വരുന്നതുകൊണ്ടാണ് നമുക്ക് ഇസ്ലാമോ ലെഫ്റ്റ് ആക്സിസ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറയും അപ്പൊ റൈറ്റിൽ അങ്ങനത്തെ ആൾക്കാരൊന്നും ഇല്ല, ഉണ്ട്. അങ്ങനെ അവിടെയാണ് നമ്മുടെ പിന്നെ ടക്കർ കാൾസന്റെ പേരുകൾ, നിക് ഫേൻഡസിന്റെ പേരുകളൊക്കെ നമുക്ക് പറയേണ്ടി വരുന്നത്. അപ്പൊ ഈ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി സ്പെയിനിൽ നടക്കാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വീഡൻ എന്ന് പറഞ്ഞ വേറൊരു രാജ്യത്ത് 2015 ഇതേപോലത്തെ ഒരു ലെഫ്റ്റ് വിങ് ഗവൺമെന്റ് ആയിട്ടുള്ള സ്റ്റെഫാൻ ലൊഫാൻ എന്ന് പറയുന്ന പ്രൈം മിനിസ്റ്ററിന്റെ കീഴിൽ 1,10,000 പേരെ എടുത്തിട്ടുണ്ടായിരുന്നു മൈഗ്രൻസിന്. അപ്പോഴാണ് സ്വീഡനിലെ മൈഗ്രന്റ് ക്രൈസിസ് എന്ന് പറയപ്പെടുന്ന നാളുകളായിരുന്നു. 1,60,000 പേരെയാണ് ഒറ്റയടിക്ക് എടുത്തത് ഒരു വർഷത്തിനിടയിൽ 2015. സിറിയയിൽ നിന്ന്, ഇറാഖിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ് എടുത്തത്. പിന്നീട് അങ്ങോട്ട് 2025 വരെ നമ്മൾ നോക്കുമ്പോൾ യൂറോപ്പിലെ ഏറ്റവും അൺസേഫ് ആയിട്ടുള്ള രാജ്യമായി മാറുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ റേപ്പ് കേസുകൾ നടക്കുന്ന, ഏറ്റവും കൂടുതൽ ബോംബ് സ്ഫോടനം നടക്കുന്ന, ഏറ്റവും കൂടുതൽ കുത്തുകൊലകൾ നടക്കുന്ന ഒരു രാജ്യമായിട്ട് സ്വീഡൻ മാറിയതാണ് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ. എന്താണ് കാരണം? 1,60,000 പേരെ ഒറ്റയടിക്ക് എടുക്കുകയാണ്. സ്വീഡനിൽ ഓൾറെഡി 2015 മുന്നേ സ്വീഡനിൽ ഓൾറെഡി 6% മുസ്ലിങ്ങളുണ്ടായിരുന്നു. പിന്നീട് ഈ ലെഫ്റ്റ് ഗവൺമെന്റിന്റെ വളരെ ഉണർവോളിത്തരമായിട്ടുള്ള നിലപാടുകൾ കാരണം പിന്നീടുള്ള 10 വർഷത്തിനുള്ളിൽ ഒരു വർഷത്തിനിടയിൽ 1,60,000 പേരെടുക്കുന്നു. ഏതുവരെയെന്ന് വെച്ച് കഴിഞ്ഞാൽ 2022 ഒരു സെന്റർ റൈറ്റ് ഗവൺമെന്റ് ഇവിടെ കയറുന്നവരെ, അതുവരെ ഇത് തുടർന്നുകൊണ്ടേയിരുന്നു. ഇവിടെ നമ്മളിപ്പോൾ ഇറാനികളോട് തന്നെ നമ്മൾ ചോദിക്കുമ്പോൾ അവര് തന്നെ പറയണത്, ഈ നമ്മളിവിടെ പഠിച്ചിട്ട് PhD ഒക്കെ എടുത്തിട്ട് ജോലി ചെയ്യാൻ വരുന്ന നമ്മളെടുക്കൂല, മറിച്ച് ഇങ്ങനത്തെ ഇമിഗ്രൻസിന് ജോലിയും കൂലിയും ഇല്ലാതെ അവിടെ പിന്നെ തൊട്ടിയായിട്ട് നടക്കുന്ന ആൾക്കാരെ വലിയ മനുഷ്യത്വം കാണിച്ചെടുക്കും. നമുക്ക് ഇവിടെ ഒരു വിലയില്ലാത്ത അവസ്ഥയാണ്. എന്നോട് ഇറാനികൾ വരെ എന്നെ മുന്നേ വന്നിട്ടുള്ള 10 വർഷം മുന്നേ 6-8 വർഷം മുന്നേ വന്നിട്ടുള്ള യൂറോപ്പിലെ ഇറാനികൾ വരെ നമ്മളോട് സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളാണിത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ
എന്നിട്ട് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഇവർ ഒരു വർഷത്തിനുള്ളിൽ തന്നെ 1,60,000 പേരെടുത്തു. ബാക്കി 10 വർഷത്തിനുള്ളിൽ ഇവർ എത്രയോ പേര് അസൈലം സീക്കേഴ്സ് ആയിട്ട് എടുത്തു. അപ്പം ഈ അസൈലം സീക്കേഴ്സ് വന്നതിന് ശേഷം പറയുമ്പോൾ നമ്മൾ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ബോംബ് സ്ഫോടനം നടക്കുന്ന ഒരു രാജ്യമായിട്ട് സ്വീഡൻ മാറി എന്ന് പറയേണ്ടി വരും. അത്രയധികം ബോംബ് സ്ഫോടനങ്ങളാണ് കുറച്ച് കാലങ്ങളായിട്ട് ഈ 10 വർഷത്തിനുള്ളിൽ 2022 വരെ 2023 വരെ നടന്നിട്ടുള്ളത്. അപ്പോൾ അതേമാതിരി റേപ്പ് കേസുകൾ യൂറോപ്പിലെ ടോപ്പ് ലീഡറായി മാറി സ്വീഡൻ എന്ന് പറയുന്ന രാജ്യം. അതേമാതിരി കൊലപാതകങ്ങളുടെ രാജ്യമായി മാറി. ഇതിന്റെ സെൻസസ് നമ്മൾ എടുക്കുമ്പോൾ ഇതിലധികം പേരും ഇതിൽ 85% പേരും ഈ അസൈലം സീക്കേഴ്സ് ആയിട്ട് വന്നുള്ള കാക്കമാരാണ്. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇങ്ങനത്തെ ഓരോ ഉണർവോളത്തരം കാണിക്കുമ്പോൾ, ഇങ്ങനത്തെ കുറെ മനുഷ്യത്വം തുളുമ്പുന്ന പരിപാടികൾ കാണിക്കുമ്പോൾ സ്വന്തം രാജ്യത്തെ ആൾക്കാരെ പറ്റി ഓർക്കാതെ ബാക്കിയുള്ള രാജ്യക്കാരെ മുന്നിൽ വലിയ ആളാൻ വേണ്ടി ഇത് കാണിക്കുമ്പോൾ ഇത് ബാധിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെയാണ്. അപ്പോൾ ഇതാണ് യൂറോപ്പിൽ ഈ ലെഫ്റ്റ് വിങ് ഗവൺമെന്റ് വന്നതിന് ശേഷം, അല്ലെങ്കിൽ ലെഫ്റ്റ് വിങ് ഗവൺമെന്റ് കഴിഞ്ഞ 2014 തൊട്ട് 2012 തൊട്ട് 2022 വരെ ഇവിടെ സ്റ്റെഫാൻ ലോഫന്റെ കീഴിലുള്ള ലെഫ്റ്റ് വിങ് ഗവൺമെന്റ് ആയിരുന്നു ഭരിച്ചിരുന്നത്. പൊതുവെ സ്വീഡനിലെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് വിങ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്സ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് 2022 സ്വീഡനിൽ സെന്റർ റൈറ്റ് ഗവൺമെന്റ് വരികയാണ്. അതോടുകൂടി ഇവർ ഇതൊക്കെ കൂടി തിരുത്തി കുറിക്കുകയാണ്. കഴിയുമ്പോൾ 2 വർഷം മുന്നെയാണ് സ്വീഡനിൽ നിന്നിട്ട് ആദ്യമായിട്ട് 100 കണക്കിന് ആൾക്കാരെ സ്വീഡനിൽ നിന്നിട്ടുള്ള അസൈലം സീക്കേഴ്സിനെ, ഈ കാക്കാമാരെ തിരിച്ച് അവിടെ രാജ്യങ്ങളോട് അയക്കാൻ വേണ്ടിയിട്ട് യൂറോപ്പിൽ നിന്ന് ആദ്യമായിട്ട് ഫ്ലൈറ്റുകൾ ഏർപ്പെടുത്തുന്ന ഒരു കാര്യം നടക്കുന്നു. അതിനുശേഷം ഈ 2022 ഈ റൈറ്റ് വിങ് ഗവൺമെന്റ് കയറിയതിന് ശേഷം ഇപ്പോൾ കഴിഞ്ഞ 1 വർഷത്തിൻ്റെ ഇടയിൽ അവിടെ എടുത്ത തീരുമാനമാണ് ഈ 1,60,000 പേരെടുത്തില്ല, അതിൽ 1,00,000 ആൾക്കാർക്ക് ഞങ്ങൾ ഇനി പെർമനന്റ് റെസിഡൻസ് കൊടുക്കില്ല, അവരുടെ പെർമനന്റ് റെസിഡൻസ് PR ഞങ്ങൾ എടുത്തു കളയും എന്ന് പറഞ്ഞിട്ടുള്ള നിലപാടുകളാണ് ഇപ്പോൾ അവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഏതുപോലെയാണ് 2014 തൊട്ടിട്ട് ഇങ്ങനത്തെ ആൾക്കാരെ കയറി ഈ ലെഫ്റ്റ് വിങ് ഗവൺമെന്റ് കാട്ടിക്കൂട്ട വിക്രസുകൾ കാരണം PR ഒക്കെ കൊടുത്തിട്ട് കയറ്റിയ ആൾക്കാരെ ഇപ്പോൾ ഇവർ കയറ്റിയിട്ടുള്ള ചളികള് പിന്നെ വൃത്തിയാക്കുന്ന ജോലിയാണ് ഇപ്പോഴത്തെ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇപ്പൊ നടന്നുകൊണ്ട് ഇപ്പൊ അങ്ങനത്തെ 1,00,000 ആൾക്കാർക്ക് തിരിച്ച് PR കൊടുത്ത് തിരിച്ചു വിടാനുള്ള PR റിജക്ട് ചെയ്തിട്ട് തിരിച്ചുവിടും. അത് കൊടുത്ത PR തിരിച്ചെടുത്തിട്ട് ഇവിടുന്ന് ചവിട്ടി പുറത്താക്കാനുള്ള പരിപാടിയാണ്. ഇതിന്റെ ഇടയിലാണ് ആരിഫായനോട് സംസാരിച്ചിട്ടുണ്ടാവും, സ്വീഡൻ ഫൈനലി സ്ക്രാപ്സ് ദി കൺസെപ്റ്റ് ഓഫ് ഇസ്ലാമോഫോബിയ. ഇത് ചെയ്തുകൊണ്ട് ഇസ്ലാമോഫോബിയ എന്നുള്ള വാക്ക് ഡിക്ഷണറിയിൽ നിന്ന് എടുത്തു കളഞ്ഞുകൊണ്ട് ലോകത്തിന് തന്നെ ഒരു ഉദാഹരണമാകുന്ന ഒരു ഗവൺമെന്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പറയുമ്പോൾ ഇത് മുന്നോട്ട് കൊണ്ടുവന്നത് ഒരു റൈറ്റ് വിങ് ഗവൺമെന്റ് അല്ല, അല്ലെങ്കിൽ ലെഫ്റ്റുകൾ പറയുന്ന എന്താ പറയുക തീവ്ര വലതുപക്ഷ ഗവൺമെന്റ് അല്ല. പക്ഷെ ലെഫ്റ്റുകൾ ഇപ്പൊ ഇതിനെ പറയുന്നത് തീവ്ര വലതുപക്ഷം ഗവൺമെന്റ് എന്നൊക്കെ, തീവ്ര വലതുപക്ഷമാണ്, നാസി പാർട്ടിയാണെന്നൊക്കെയാണ് പറയുന്നത്. അവരുടെ ഡെഫിനിഷൻ പ്രകാരം ഇപ്പം നമ്മളൊക്കെ നാസികളാണ്, ഫാസിസ്റ്റുകളാണ്, ആരിഫ് ഫാസിസ്റ്റുകളാണ്, എല്ലാം ഫാസിസ്റ്റുകളാണ്. അപ്പോൾ ഇതാണ് അവരുടെ. അപ്പം അവർ പറയുന്നത് നോക്കിയിട്ട് നമ്മൾ ഈ ലെഫ്റ്റ് റൈറ്റും ഈ പൊളിറ്റിക്സിൽ ലെഫ്റ്റ് റൈറ്റ് ഒക്കെ നിരുപാധകം ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പിന്നെ ഇപ്പോഴും അംബേദ്കർ പറഞ്ഞൊരു കാര്യത്തിനോട് എനിക്ക് യോജിപ്പുള്ളൂ. അതായത് ഈ ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞിട്ട് രാഷ്ട്രീയത്തിന് അളക്കുന്നത് അത് ശരിയായ നിലപാടല്ല. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടിലും കോംപ്ലിക്കേറ്റഡ് സോഫിസ്റ്റിക്കേറ്റഡ് ഒരു കാര്യമാണെന്ന് പുള്ളിക്കാരൻ അന്ന് പറഞ്ഞു വെച്ച കാര്യങ്ങളാണ് എനിക്കിപ്പോൾ അത് ഓർമ്മ വരുന്നത്. അപ്പോൾ സ്വീഡനിലെ സെന്റർ റൈറ്റ് ഗവൺമെന്റ് ചരിത്രത്തിൽ, അതായത് ബാക്കിയുള്ള രാജ്യങ്ങൾക്കൊക്കെ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു വെക്കുകയാണ് ഇസ്ലാമോഫോബിയ നമ്മൾ എടുത്തു കളയണം, പകരം മുസ്ലിമോഫോബിയ അല്ലെങ്കിൽ ആന്റൈ മുസ്ലിം ഹേറ്റ്രഡ് എന്ന് ഒരു പടി മുന്നോട്ട് വെച്ചിട്ട് ആന്റൈ മുസ്ലിം ഹേറ്റ്രഡ് എന്നുള്ള പരിപാടി കൊണ്ടുവന്നോളൂ. ഇസ്ലാമോഫോബിയ എടുത്തു കളയണം. ഇത് ഫ്രീ സ്പീച്ചിന് എതിർപ്പാണ്, അത് മിസ്യൂസ് ചെയ്യുകയാണ് ഈ കാക്കാമാര് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വെക്കുന്ന ഒരു കാലഘട്ടത്തിലോട്ടാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഇനി ഇതേ ഗവൺമെന്റ് വന്നതിന് ശേഷം ഈ ഗവൺമെന്റ് വന്നിട്ട് ഇപ്പോൾ 3 വർഷം തികഞ്ഞു, 4ാമത്തെ വർഷത്തിലാണ്. 3 വർഷത്തിന്റെ ഇടയിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഈ ഞാൻ പറഞ്ഞു 2012 ശേഷം 2014 ശേഷമാണ് ഏറ്റവും കൂടുതൽ ഈ പ്രശ്നങ്ങളൊക്കെ വരാൻ തുടങ്ങിയത്. സ്വീഡൻ ക്രൈംസിന്റെ ഒരു ക്യാപിറ്റൽ കൺട്രിയായി മാറുന്നത്. ഇപ്പോൾ 2025 കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ കുത്തിക്കൊലകൾ കുറഞ്ഞ ഒരു വർഷമായി 2025 മാറിയത് ഈ സെന്റർ റൈറ്റ് ഗവൺമെന്റ് കാരണമാണ്. അപ്പോൾ ഈ റൈറ്റ്
ഇനി നിങ്ങൾ തന്നെ തീരുമാനിക്കുക റൈറ്റ് വിങ് ഗവൺമെന്റ് വേണോ ലെഫ്റ്റ് വിങ് ഗവൺമെന്റ് വേണോ എന്നുള്ളതൊക്കെ. അപ്പോൾ ഇതാണ് റൈറ്റ് വിങ് ഗവൺമെന്റിന്റെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇലക്ഷൻ വരാൻ പോവാണ് സ്വീഡനിൽ. ഇനി കണ്ടറിയാം, വീണ്ടും ലെഫ്റ്റ് വരികയാണെങ്കിൽ ഇത് സ്പെയിനിൽ കാട്ടിക്കൂട്ടുന്ന വിക്രസുകളൊക്കെ അവിടെയും നടക്കും. ഇപ്പോൾ ഇനി സ്പെയിനിൽ വരാൻ പോകുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഇതേപോലത്തെ കാലഘട്ടമാണ്. അതായത് ഏറ്റവും കൂടുതൽ ഇനി സ്വീഡനെ ഏതുപോലെയാണ് അപ്പോൾ താഴോട്ട് പോയത്, ഇനി സ്പെയിൻ ആയിരിക്കും ഈ കാര്യത്തിലോട്ട് വരാൻ വന്നത്. സ്വീഡന് ഓർക്കണം, സ്വീഡൻ വരും ഒരു വർഷം 1,60,000 പേരെ എടുത്തിട്ടുള്ളൂ അസൈലം സീക്കേഴ്സിനെ, ഈ കാക്കാമാരെ. സ്പെയിനിൽ എടുത്തത് 5 ലക്ഷം ആൾക്കാരെയാണ്. അപ്പോൾ ഇതിനും 3-4 ഇരട്ടി 5 ഇരട്ടി പ്രശ്നങ്ങളാണ് സ്പെയിനിൽ നടക്കാൻ പോകുന്നത് ഇനി വരുന്ന വർഷങ്ങളിൽ എന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ ഇതാണ് ഒന്നോർവോളിത്തരം പിന്നെ നമ്മുടെ യൂറോപ്പിൽ കടന്നു കയറിയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.